അമ്മ മാതാവിനും ദൈവകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഷീബ. ഞാൻ എറണാകുളം കോതാട് ദേശത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഭർത്താവ് മരിച്ചിട്ട് 5 വർഷമായി. എൻ്റെ വീട് 60 കൊല്ലം പഴക്കമുള്ള വീടായിരുന്നു. സ്ഥലത്തിനാണെങ്കിൽ പോക്കുവരവ് നടത്തിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഇളയ മകളും മാത്രമേ ഉള്ളൂ. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. വീടിന് പോക്കുവരവ് നടത്താത്തത് കൊണ്ട് പിന്നെ വഴിയുമില്ല. വീടിനോട് ചേർന്ന് വീടിന് സ്ഥലം വഴിയില്ല. അപ്പോൾ വീട് വിൽക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2023 സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. 3 മാസം കൊണ്ട് പോക്കുവരവ് നടത്തി കിട്ടി, കരമടച്ച് റെസീറ്റും കിട്ടി. അങ്ങനെ 1 മാസം കൊണ്ട് തന്നെ വീടും സ്ഥലവും വിൽക്കുവാനും ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം 5 മാസം കൊണ്ട് 2 നില വീടും എനിക്ക് പണിത് 5 മാസം കൊണ്ട് ആ പണി പൂർത്തിയായി. ഞങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാനും സാധിച്ചു. എല്ലാ തടസ്സങ്ങളും മാറ്റിത്തന്ന ദൈവമാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം, ഈ തിരക്കിൽ എൻ്റെ ഇളയ മകളുടെ SLC ബുക്കും +2 സർട്ടിഫിക്കറ്റും അടങ്ങിയ ഫയൽ കാണാതെ പോയി. ഞാൻ 2 മാസമായിട്ട് നോക്കിയിട്ട് കാണാനില്ല. ഞങ്ങൾ വാടകയ്ക്കൊക്കെ പോയതുകൊണ്ട് എവിടെ വെച്ചെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവസാനം ഞാൻ പച്ചത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാനും മോളും കൂടി ഇനി അത് അപേക്ഷിക്കണം. പിന്നെ അതുപോലെ പത്രത്തിൽ പരസ്യം കൊടുത്ത്, പിന്നെ തിരുവനന്തപുരത്ത് പോകണം. ഒരുപാട് എനിക്ക് കൂടെ വരാൻ ആരുമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മേ, എത്രയും പെട്ടെന്ന് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാം. 2 മാസമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ തിരി കത്തിച്ച് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉറങ്ങി. നേരം വെളുത്ത് ഞാൻ പറഞ്ഞ് മകള്, അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് പ്രകാരം ഞാൻ DPharmന് അപ്ലൈ ചെയ്തു. ലിസി ഹോസ്പിറ്റലിൻ്റെ DPharmന് അപ്ലൈ ചെയ്ത്. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞ് ജൂലൈ 4-ാം തീയതി വരുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരണം എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ഇടനെഞ്ച് പൊട്ടി. കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലില്ല. ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ, ഇതെങ്ങനെയെങ്കിലും കാണിച്ചു തന്നില്ലെങ്കിൽ കൊച്ചിൻ്റെ പഠിത്തം മുടങ്ങിപ്പോകും. ഞാൻ പ്രാർത്ഥിച്ച് അവസാനം രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. കിട്ടിയില്ല. ഒരുപാട് സ്ഥലത്ത് നോക്കി. നേരം വെളുത്ത് അലമാരിയുടെ താഴെ ഞാൻ പറഞ്ഞു, ഈ വീടിൻ്റെ ആധാരം ഇതാണ്, കരോടച്ച റെസിപ്റ്റ് ഇതാണ്, മോനെ ഈ മമ്മിക്ക് ഓർമ്മയില്ലാത്തതാണ്, അതുകൊണ്ട് നീ ഇതിൻ്റെ താക്കോല് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അപ്പോൾ ആ താക്കോല് വെക്കാൻ വേണ്ടി അലമാരയുടെ വലിപ്പ് തുറന്നപ്പോഴേക്കും വലിപ്പിൻ്റെ അടിയിൽ നിന്ന് ഈ ഫയൽ വന്നി. അങ്ങനെ ആ ഫയൽ കിട്ടി. അമ്മനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് സങ്കടങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ അതിൽ നമ്മൾ സങ്കടപ്പെട്ട് പോകാതെ മാതാവിനെ മുറുകെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും അമ്മ ഒപ്പിയെടുക്കും. അങ്ങനെ മാതാവ് ആ മോളുടെ ഫയൽ അടങ്ങിയ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ കിട്ടി. അങ്ങനെ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ DPharmന് അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സാക്ഷ്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്യണത്, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. വാട്സപ്പിൽ കൃപാസനം കൈത്താങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ എല്ലാവരും 200 രൂപ 300 രൂപയൊക്കെ ഇട്ടിട്ട് 80 പേരുണ്ട്. അതിൽ ഞങ്ങൾ കുറേ എല്ലാവരുടെ ഉള്ള പോലെ 200, 300, 500 പൈസ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാ മാസവും വൃദ്ധസദനത്തിൽ പോയി രോഗികളെ കാണുകയും അവർക്ക് ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി, ഹോട്ടലിൽ നിന്നൊന്നുമല്ല, വീട്ടിൽ തന്നെ പലവരും കറികളൊക്കെ ഉണ്ടാക്കി, ചോറും പിന്നെ അതുപോലെ തന്നെ ചായക്കുള്ള കടികളെല്ലാം കൊണ്ട് കൊടുത്ത് അവരോട് സംസാരിക്കുകയും അമ്മമാർ എല്ലാവരോടും പോയി സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും അന്നത്തെ വചനം വായിച്ചുകൊണ്ട് അത് നിർവചിക്കാനുള്ള, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ പത്രം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി പത്രം കൊടുക്കാറുണ്ട്, വീടുകളിൽ നടന്ന് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ പള്ളികളിൽ വരുന്നവർക്കും കൊടുക്കാറുണ്ട്, നേരിട്ട് തന്നെ കൊടുക്കാറുണ്ട്.
അങ്ങനെ ഇത്രയും നന്ദി തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മേരി ഷീബ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത്. ഈ സഹോദരി നമ്മളോട് തൻ്റെ സ്ഥലത്തിൻ്റെ പോക്കുവരവിനെ കുറിച്ചും അതുപോലെ തന്നെ മകളുടെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയ കാര്യവുമൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ കാര്യമായിട്ട് നമ്മളോട് പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സഹോദരിയുടെ ജീവിത സാക്ഷ്യം അവസാനിക്കുമ്പോൾ ഒരു ഉടമ്പടി കൂട്ടായ്മയെയും ഉടമ്പടി കൂട്ടായ്മയിലൂടെ ഒത്തിരി പേരെ സഹായിക്കുവാനായിട്ട്, പ്രേക്ഷിത കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്, അതുപോലെ തന്നെ വചനം വായിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൂട്ടായ്മ രൂപം കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു. ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ ഈ ഉടമ്പടി കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തവർ കൂട്ടമായിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ സഹോദരൻ്റെ ജീവിതത്തിൽ സഹായമായിട്ട് കടന്നു ചെല്ലുമ്പോൾ, ദൈവസന്നിധിയിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ദൈവാനുഗ്രഹം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ വ്യക്തികളായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരും എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം.